ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് കരിയർ റീഡിംഗ് ആണ്. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കരിയർ റീഡിംഗ് കൂടി ഇടാമെന്നുള്ളത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബ്രേസ്ലെറ്റുകൾ ആവശ്യമുള്ളവർക്ക് ഫിനാൻഷ്യലി ഗ്രോത്ത്, അതുപോലെ മാനിഫെസ്റ്റേഷൻ, പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ, ലവ് അട്രാക്ഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ബ്രേസ്ലെറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. ഇപ്പോഴത്തെ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ, നിങ്ങൾക്കുള്ളൊരു യൂണിവേഴ്സ് ഗൈഡൻസ് ആണിത്. ചെറിയ റീഡിംഗ് ആയിരിക്കും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണോ അത് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. യൂണിവേഴ്സ് ഗൈഡൻസ് എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച്? ഡെസ്റ്റിനി വന്നിട്ടുണ്ട്, മെറ്റീരിയൽ ഹാർവെസ്റ്റ് വന്നിട്ടുണ്ട്, വളരെ പോസിറ്റീവാണ്. സാക്രിഫൈസ് വന്നിട്ടുണ്ട്, റെസ്റ്റ് ആൻഡ് റെജുവൻറ്റ് വന്നിട്ടുണ്ട്, സാക്രൽ ചക്രം, ക്ലാരിറ്റി, ഫെർട്ടിലിറ്റി, ഫുൾഫിൽമെൻ്റ് ആൻഡ് വിഷസ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക്. ട്രാപ്ഡ് ഇൻ ഫിയർ, ലൈറ്റ്. ഓക്കെ, അപ്പം ഇപ്പോഴത്തെ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണോ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് മെസ്സേജ്, നിങ്ങളുടെ കരിയർ മെസ്സേജ് ഉണ്ടാകും. എല്ലാത്തിനുമുള്ളൊരു ഗൈഡൻസ് ആണ് കേട്ടോ. നമുക്ക് ഫസ്റ്റ് ഡെസ്റ്റിനി എന്നുള്ളൊരു കാർഡാണല്ലോ കിട്ടിയത്. സോ ഇപ്പം നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയം നിങ്ങൾ ഫേസ് ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ളതാണ്. അതായത് ഇപ്പം നിങ്ങൾ സ്ട്രഗിളിങ് സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അത് കരിയറിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് ഇല്ലാത്തതായിരിക്കാം, ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ഇല്ലാത്തതായിരിക്കാം, നിങ്ങൾ വിചാരിച്ചതുപോലെയുള്ള ഒരു ജോബ് കിട്ടാത്തതായിരിക്കാം, എഫേർട്ട് ഇട്ടിട്ടും നിങ്ങൾക്കൊരു ജോബ് കിട്ടാത്തതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ തന്നെയാണ്. സമയം നിങ്ങൾക്ക് അനുകൂലമാകും എന്നുള്ളതാണ്. ഓക്കെ, ഈ ഡെസ്റ്റിനി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തതിനൊരു ജസ്റ്റിസ് ആണ്, നമ്മൾ ചെയ്തതിനുള്ള പ്രതിഫലം നമ്മൾക്ക് കിട്ടാൻ പോകുന്നു അല്ലെങ്കിൽ കിട്ടുന്നു എന്നുള്ളത്. പക്ഷെ അതിനു മുൻപേ നമ്മൾ ചില കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അത് യൂണിവേഴ്സിൻ്റെ പരീക്ഷണങ്ങളായിരിക്കാം. നമ്മൾക്കത് കയ്യിൽ കിട്ടുന്നതിന് മുൻപേ നമ്മൾ എത്രത്തോളം അത് നമ്മളെ വാല്യുബിൾ ആക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നു എന്നൊക്കെയുള്ള ഒരു തീർപ്പായിരിക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്കുള്ളൊരു സമയം നിങ്ങൾക്ക് നേരെ അനുകൂലമാകും. ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ അക്സെപ്റ്റ് ആക്കേണ്ടതാണ്, സിമ്പിളായിട്ട് കാണുക എന്നുള്ളതാണ്, ഈസി ആയിട്ട് എടുക്കുക ലൈഫിനെ എന്നുള്ളത്. ഓക്കെ, മെറ്റീരിയൽ ഹാർവെസ്റ്റ് ആണ് നമുക്ക് സെക്കൻഡ് കിട്ടിയിട്ടുള്ളത്. ഇത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു പേഴ്സണെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഈ കാറ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു ജോബ് ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ അതിനു വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അതിൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ബെറ്റർ ടൈം ആണ്, അതായത് റിസൾട്ട് വേഗം കിട്ടും. മാനിഫെസ്റ്റേഷൻ പോലെയുള്ള ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം കിട്ടും എന്നുള്ളത് കാണുന്നുണ്ട്. ഓപ്പണൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഫിനാൻഷ്യലി ആയിക്കോട്ടെ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഈ ഓപ്പൺ എന്നുള്ള മന്ത്ര യൂസ് ചെയ്യാം കേട്ടോ. പവർഫുള്ളാണ്. പിന്നെ സാക്രിഫൈസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നമ്മളൊരു കാര്യം നമുക്ക് നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് എഫേർട്ട് ഇടേണ്ടി വരും. ആ എഫേർട്ട് ഇട്ടിട്ട് പോലും നമ്മൾ അതിൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഒന്നിനു വേണ്ടി ഒന്ന് നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. ഓക്കെ, അതായത് നിങ്ങളുടെ ഇഷ്ടം എന്താണോ, ഇപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ്, ജഗ്ലിംഗ് ആണ്, കറക്റ്റായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പം ഒരു ഫീൽഡിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് അവിടെ നല്ലൊരു സാലറി ഉണ്ട്, പക്ഷെ നിങ്ങൾ അതിലൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല. നിങ്ങൾ സ്റ്റേബിൾ ആണ്, പക്ഷെ നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾക്കൊരു തൃപ്തി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ജോബ് ആ ഒരു സമയത്ത് നിങ്ങളെ കയ്യിലേക്ക് വന്നു, പക്ഷെ ആ ഒരു ജോബിന് നിങ്ങൾ വിചാരിച്ചത്രയും സാലറി കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കൺഫ്യൂസ്ഡ് ആയി. ഇവിടെ സ്റ്റെബിലിറ്റി ഉണ്ട്, പക്ഷെ അവിടെ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഇല്ല, പക്ഷെ ഇഷ്ടപ്പെട്ട ജോബ് അതാണ്, ഇതല്ല. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷനായി. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സ്വയം ഒരു ക്ലാരിറ്റിയും സ്വയം ഒരു വിശ്വാസവും വരുത്തുക എന്നുള്ളതാണ്.
ഓക്കെ, അപ്പം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് അതാണ് വേണ്ടത്, അതാണ് ഇഷ്ടമെങ്കിൽ അതിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ജോബ് കളയേണ്ടി വരും. നിങ്ങൾ ഫിനാൻഷ്യലി ഇത്ര സ്റ്റെബിലിറ്റി ആവില്ല, അവിടെ അതിനു വേണ്ടി എഫേർട്ട് ഇടേണ്ടി വരും. ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്രയും എത്താൻ വേണ്ടി നിങ്ങൾ ചിലപ്പോൾ ലോങ് ടൈം സഞ്ചരിക്കേണ്ടി വരും, നിങ്ങൾ എഫേർട്ട് ഇടേണ്ടി വരും. അപ്പം അതാണ് സാക്രിഫൈസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നേടാൻ, അത് എന്തോ ആയിക്കോട്ടെ അത് നേടണം, അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് സാക്രിഫൈസ് എന്ന് പറയുമ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം നമ്മൾ കളയുന്നതാണല്ലോ സാക്രിഫൈസ് എന്ന് പറയുന്നത്. അപ്പം അത് നിങ്ങൾ ചെയ്യേണ്ടി വരും. അത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് എടുക്കുക. ആൻഡ് റെസ്റ്റ് ആൻഡ് റെജുവൻ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പം റെസ്റ്റ് എടുക്കേണ്ട ഒരു സമയമാണ്. ഫസ്റ്റ് നമ്മൾ ഡെസ്റ്റിനി വന്നിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ മേ ബി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഈ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത് പോലും ഹാർഡ് വർക്കാണ്. അതായത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, മീൻസ് വെറുതെ ഇരിക്കുന്നതല്ല, ആക്ഷൻ എടുക്കാതെ വെറുതെ ഇരിക്കുന്നതല്ല, നമ്മൾ അതിന് കൊടുക്കുന്ന എഫേർട്ട്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്കിപ്പം റെസ്റ്റ് എടുക്കേണ്ട ഒരു സമയമാണ്. നിങ്ങളൊന്ന് ഹീലാകുക, സ്വസ്ഥമായിട്ട് ഇരിക്കുക, ഒന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്യുക, നിങ്ങളെ തന്നെ സ്വയം ഒന്ന് ശാന്തമായിട്ട് എടുക്കുക. ഓക്കെ, അതായത് ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുകൾ നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു എന്താ പറയുക, അതിൽ നിന്ന് ഒന്ന് റെസ്റ്റ് എടുക്കുക, അതിൽ നിന്നൊന്ന് മാറി നിൽക്കുക. ഓക്കെ, നിങ്ങളിപ്പം ജോലി തിരക്കാണെങ്കിൽ അതിൽ നിന്നൊന്ന് റെസ്റ്റ് എടുക്കുക. എന്താണോ നിങ്ങൾ മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ, സ്ട്രെസ്സ് കൊടുക്കുന്ന കാര്യം എന്താണോ അതിൽ നിന്നും ഒന്ന് മാറി, നിങ്ങൾക്കിപ്പം ഉറക്കം കുറവാണെങ്കിൽ ഉറങ്ങുക. ഇനിയിപ്പം നിങ്ങളെ തന്നെ ഒന്ന് കെയർ ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യുക. നിങ്ങൾക്ക് തന്നെ കുറച്ച് സമയം കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മളിലിപ്പം 7 ചക്രാസ് ഉണ്ട്. ഈ ചക്രകളെല്ലാം തന്നെ ബ്ലോക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്നിലും നമുക്ക് ബ്ലോക്ക്സ് വരും. ഒന്നിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പം എല്ലാം ഒരു അവയർനെസ് അല്ലെങ്കിൽ അവേക്കനിങ് ആകണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനെയും നമ്മൾ ഒരേപോലെ കെയറിങ് ഓർ ക്ലെൻസിങ് കൊടുക്കണം. അപ്പോഴാണ് ഒന്നിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ എല്ലാം ഒന്ന് ഒരു ബോധത്തിൽ നിൽക്കത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് സപ്പോർട്ട് ആണ്. നമ്മളുടെ മെൻ്റൽ ക്ലാരിറ്റി കിട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഓപ്ഷൻസ് എടുക്കാൻ, സെലക്ട് ചെയ്യാൻ, നമ്മളുടെ മുന്നോട്ടുള്ള വഴി എങ്ങനെയാണെന്ന് നമുക്ക് ഉള്ളിൽ നിന്നൊരു ഇന്നർ വോയിസ് കിട്ടാൻ, ഗൈഡൻസ് കിട്ടാൻ, അതുപോലെ നമുക്ക് കറക്റ്റായിട്ടുള്ള ഇൻഡ്യൂഷൻ കിട്ടാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള മെഡിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുക, റേക്കി ഹീലിങ്സ് ചെയ്യാം. ഓക്കെ, പ്രാണായാമം ചെയ്യുക. നിങ്ങളെ തന്നെ സ്വയം ഒന്ന് ഹീലാക്കി എടുക്കുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കുള്ളൊരു ഹെൽത്ത് ബേസ് ആയിക്കോട്ടെ, ബോഡി ബേസ് ആയിക്കോട്ടെ, നിങ്ങൾ തന്നെ സ്വയം ഒന്ന് കെയർ ആക്കി എടുക്കുക. സാക്രൽ ചക്ര വന്നതുകൊണ്ട് തന്നെ സാക്രൽ ചക്ര മെഡിറ്റേഷനൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് ബ്ലോക്കാണ്. ഈ ഒരു ബ്ലോക്ക് എനർജിയും നിങ്ങളിലേക്ക് വരുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സം വരുന്നുണ്ട്. ആൻഡ് ഫെർട്ടിലിറ്റി എന്നൊരു കാർഡ് വരുമ്പോൾ ഇവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളെ കെയർ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമായിരിക്കും. വൺ മദർ ആയിരിക്കാം, അല്ലെങ്കിൽ പാർട്ട്ണർ ആയിരിക്കാം, ഒരു ഫ്രണ്ട് ആയിരിക്കാം. അങ്ങനെ ആരെങ്കിലും ഒക്കെ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ, നിങ്ങളുടെ ഈ ഒരു ബുദ്ധിമുട്ടിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അവർ റെസ്പെക്ട് ചെയ്യുക. ഓർ അവർ അതൊരു ആശ്വാസമായിട്ട് എടുക്കുക. ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുഭവം ബേസ് ചെയ്തിട്ട്, റിലേഷൻഷിപ്പിൽ അനുഭവം ബേസ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് വരുന്ന നല്ല സ്നേഹങ്ങൾ, അതായത് സപ്പോർട്ടായിട്ട് വരുന്ന ആളുകളെ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് മാറ്റുന്നുണ്ടെങ്കിൽ അവരെ പൂർണ്ണമായും ട്രസ്റ്റ് ചെയ്ത് പഴയതുപോലെ കരഞ്ഞിരിക്കാനോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എഗെയിൻ കൊണ്ടുവരാനോ അല്ല പറയുന്നത്. അവരുടെ സപ്പോർട്ടീവ് നിങ്ങൾക്ക് ഹീൽ ആകുന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് കണ്ടില്ല എന്ന് നടിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് നിങ്ങൾക്കത് ഇപ്പം നിങ്ങൾക്കൊരു റെസ്റ്റ് ആണല്ലോ വേണ്ടത്, അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ് ആണിത്. നിങ്ങൾക്ക് അബൻഡൻസ് കിട്ടും, നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ക്ലിയർ ചെയ്യുക, ആക്ഷൻ എടുക്കേണ്ട സമയത്ത് ആക്ഷൻ എടുക്കുക, എഫേർട്ട് എടുക്കേണ്ട സമയത്ത് എഫേർട്ട് എടുക്കുക, ഹാർഡ് വർക്ക് കൊടുക്കേണ്ട സമയത്ത് ഹാർഡ് വർക്ക് കൊടുക്കുക. ഓക്കെ, ഇപ്പം കറൻ്റ്ലി നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് എന്ന് പറയുന്നത് റെസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ കരിയറിലേക്ക് എങ്ങനെ കണക്ട് ആവും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരേണ്ട ഒരു സംഭവമാണല്ലോ. അപ്പം അതിന് നിങ്ങളെ തന്നെ ഒന്ന് ഫ്രഷ് ആക്കി വെക്കാനാണ് പറയുന്നത്. കാരണം പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ആ ഒരു റെസ്റ്റ് പീരീഡ് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എഫേർട്ടും ആക്ഷൻ ഒന്നും എടുക്കാത്ത ആളുകളാണെങ്കിൽ റെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ആദ്യം അതിനുള്ള ആക്ഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുക, അതിനുശേഷം റെസ്റ്റ് എടുക്കുക റിസൾട്ട് വൈകുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ ഡെസ്റ്റിനി എന്ന് പറഞ്ഞ സമയം നിങ്ങൾക്ക് അനുകൂലമാകും. ഇപ്പോഴത്തെ സമയം ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് സമയം നല്ലതല്ലാത്ത രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ സമയം നിങ്ങൾക്ക് അനുകൂലമാകും. പക്ഷെങ്കിൽ അതിന് സമയമുണ്ട്.
ഓക്കെ, നമുക്ക് സോഡിയക് സൈൻ നോക്കാം. ലിയോ, പൈസിസ്, ജെമിനി, സ്കോർപിയോ, ടോറസ്, ഏരിയസ്, സാജിറ്റേറിയസ്, ജെമിനി. ഇന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് വന്നിട്ടുള്ളത്. അഗെയിൻ കിട്ടിയിട്ടില്ല. സോ നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടി ലൈക്ക് ഒരു സബ് ചെയ്യാം കേട്ടോ. നിങ്ങളിലേക്ക് മാനിഫെസ്റ്റഡ് ആവുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അതാണ് ഇന്ന് നമുക്ക് ഇതിൽ നിന്ന് മെയിൻലി കിട്ടിയിട്ടുള്ള നിങ്ങൾക്കുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റഡ് ആകുമ്പോൾ പോസിറ്റീവ് തോട്ട്സിനെ മാത്രമേ ക്യാരി ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളിലേക്ക് എത്തുന്നത് നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അതാണല്ലോ വരുന്നത്. അപ്പോൾ പോസിറ്റീവ് തോട്ട്സിനെ ക്യാരി ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.